കൂട്ടുകാരെ, ഇത് ഞങ്ങള് പാഴൂര് പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഈ വീഡിയോ കഴിയുമ്പോൾ അതിന്റെ തലേദിവസം ഞാൻ പോയതിന്റെ വീഡിയോ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആച്ചൂട്ടിന് പനി ആയതുകൊണ്ട് അന്ന് ആച്ചൂട്ടിനെ കൊണ്ടേ ഇല്ലാന്ന് ഞാൻ ആനയുടെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ ഇന്ന് ചെന്നപ്പോഴത്തേനും ആനയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ കുട്ടികളെയും കുട്ടിയുടെ ഫാദറിന്റെ അമ്മേനെയും കൂട്ടിക്കൊണ്ടാണ് പോയത്. അപ്പൊ ആ ഫേസ് എല്ലാവരുടെയും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ എവിടെയൊക്കെ ബ്ലർ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് അമ്പലത്തില് നട തുറന്നു. പ്രസാദം മേടിച്ച് പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ പിന്നെ തിരിച്ചകത്തോട്ട് കയറിയില്ല കേട്ടോ. നിവേദ്യം കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ ഫോട്ടോസും ക്യാമറയും വീഡിയോ എടുക്കലൊക്കെ നിരോധിച്ചേക്കണെയാണ്. പക്ഷെ ഞാൻ സ്ഥിരം വന്നതുകൊണ്ട് ആരും എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ കുട്ടികളുടെ കുറെ ഫോട്ടോസൊക്കെ എടുത്തു അവിടെയൊക്കെ വെച്ചിട്ട്. ഇപ്പൊ ചെണ്ടകൊട്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. പോസിറ്റീവ് വൈബാണ് കേട്ടോ ഈ അമ്പലത്തിൽ വരുമ്പോൾ. ഞാൻ മിക്കവാറും എല്ലാ ആഴ്ചയും തന്നെ വരാറുണ്ട്. 1000 വർഷത്തോളം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമാണത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അസ്ഥി കൊഴുക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഇത് ഞാൻ തലേദിവസം വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അവിടെ ആനയൊക്കെ ഉണ്ടായിരുന്നു. ഈ പയ്യന്മാരെ എന്റെ ഫോട്ടോ എടുത്തു തന്നു. അമ്പലത്തിൽ പോകാനിരുന്നായിരുന്നു. അവര് ചോദിച്ചു ബർത്ത്ഡേ ആണ് എന്തിനാ ഇത്രയും മേടിച്ചത്. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ മേടിക്കുന്നു പറയാൻ പാടില്ല. ആ ചുമക്ക് ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്കോ? ഇത് നിങ്ങൾക്ക് ആ ചുമ അമ്പലത്തിൽ പോയപ്പോ തിന്നത്. ആച്ചുമ്മ മേടിക്കാൻ പോയപ്പോഴാ കുഞ്ഞാക്കുട്ടൻ വിളിച്ചത് തന്നെ. ഇത് ആച്ചുമ്മക്ക് ശക്തി കിട്ടാനാ. ആച്ചുമ്മ പാല് കുടിച്ചണം, മുട്ടയും തിന്നണം. ഇത് തിന്നു കഴിഞ്ഞാൽ ആച്ചുമ്മ നല്ല ശക്തിമാനാവും. ഒരു പാത്രം എടുത്തുകൊണ്ട് പോവാ ചില കാടുമുട്ട ഇട്ട് വെക്കാം. ഈ സൈഡ് കേട്ടോ തൂക്കണ്ടേ. ഇതില്ലാത്ത ജനുവരിയാണിത്. ഇതിപ്പോ ജനുവരി കൊണ്ട് തൂക്കിട്ടോ. ഇത് ഫെബ്രുവരി ആയിരുന്നല്ലോ. സോറി. എല്ലാരും ഞെട്ടാൻ പോകും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇറാ. മിറ്റത്തിടരുത് കേട്ടോ. മിറ്റത്തിട്ട് ചെളിയാക്കരുത്. പതുക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പൊങ്ങി നമ്മുടെ കയ്യിൽ വന്ന് തിരിച്ചു വന്നിരിക്കും. ഒരെണ്ണം ഉള്ളൂ. 180 ആണ് ശരിക്കും. അത് 150. TV ഇട്ടിടരുത് കേട്ടോ. നല്ല രസമല്ലേ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ചെളിയാക്കരുത്. പക്ഷേ ബൗൺസിങ് ബൗളാണ് കേട്ടോ. ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കോലഞ്ചേരിയിലുള്ള സ്മാർട്ട് ബസാർ റിലയൻസ് അവിടെ നിന്നാണ്. ഇത് 178 എന്നാണ് എന്റെ പുറത്ത് എഴുതിയേക്കുന്നത്. പക്ഷെ 150 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അടിപൊളി പന്താണ് കേട്ടോ. പതുക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് നന്നായിട്ട് പൊങ്ങി വരും. ശക്തിക്കിട്ട തിരിച്ചു കയ്യിൽ വന്നിരിക്കും. കണ്ടോ ആ ചൂന പഠിപ്പിച്ച്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അതിന്റെ കളർ കണ്ടോ? ഗോൾഡൻ കളർ അല്ലേ? തേനും പോലെ കാണിക്കുന്ന 4ാമത്തെ കമ്മല്. ആ കാതിന്റെ ഓട്ട ഞാൻ അടച്ചു കളഞ്ഞു കേട്ടോ. ഇപ്പൊ എനിക്ക് 3 കമ്മല് മതിയെന്ന് തോന്നി. കാരണം ജോലിക്കൊക്കെ പോകുമ്പോൾ 3 കമ്മലാണ് നല്ലത്. അതുകൊണ്ട് ഇത് അയച്ചു കളഞ്ഞു. കുഞ്ഞേ 3 കമ്മലാണോ 4 കമ്മലാണോ നല്ലത്? കുഞ്ഞേ പറ. 5 നമ്മൾ 5 പേരായോണ്ടാ. ഈ കമ്മലിട്ട് കഴിഞ്ഞാൽ അവരെന്നെ ഓടിക്കും. ഈ സ്ഥലമില്ല. ഞാൻ എല്ലിൽ ഇടാൻ പറ്റില്ല. അവിടെ വരെ ആഴൂര് ക്ഷേത്രത്തിൽ നിന്ന് മേടിച്ചിട്ടുള്ള കീ ചെയിനാണ് കേട്ടോ ഇത്. ഇത് ഞാൻ പിറവത്തെ സ്റ്റാൻഡിൽ നിന്ന് മേടിച്ചപ്പോൾ ഇതിന് 15 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വേറൊരു ഷേപ്പിലുള്ളതാണ്. പക്ഷെ അമ്പലത്തിൽ നിന്ന് മേടിച്ചപ്പോൾ ഒരെണ്ണത്തിന് 30 രൂപ വെച്ചിട്ടാണ് കേട്ടോ അവർ ചാർജ് ചെയ്തത്. 3 ചെറിയ കീ ചെയിന് 90 രൂപയായി. അത് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ അവർക്ക് സ്ഥിരം മേടിക്കുന്ന കുറെ പലഹാരങ്ങളൊക്കെ ഉണ്ട്. അവർ കുളിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പോകുന്നത് പാമ്പ്ര അമ്പലത്തിലേക്കാണ് കേട്ടോ.
പറിക്കാനായിട്ട് ആരുടെയും നാളും പേരും ഒക്കെ പറയണേ. അപ്പൊ ഞാൻ ഒരാളുടെ പേര് പറഞ്ഞു, കുഞ്ഞാടെ പേരാണെന്ന് തോന്നുന്നു പറഞ്ഞത്, കാരണം അവൾക്ക് ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നെൽപ്പറ അപ്പൊ എന്റെ പേരിൽ വേണമെന്ന് പറഞ്ഞ് അമ്മയെ വാശി പിടിച്ചപ്പോ അവളുടെ പേര് മലർപ്പറ എഴുതി. മലറിന് വെയിറ്റ് കുറവല്ലെന്ന് ഓർത്തോണ്ട് ഞാനതിൽ സപ്പോർട്ട് ചെയ്യാതെ വീഡിയോ എടുത്തോണ്ടിരുന്നു. അതാണ് ഇട്ടപ്പോ ഒന്ന് പാളിയത്. പിന്നെ ഇതുകൊണ്ട് ഞങ്ങൾ കളിപ്പാട്ടം മേടിക്കാനായിട്ട് പോവുകയാണ്. ഏതെങ്കിലും ഒരൈറ്റം എടുത്തോളാൻ പറഞ്ഞു. എന്തായാലും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഏറ്റവും വില കൂടിയ ഐറ്റത്തിനാണ് പിടിച്ചേക്കുന്നത്. കുഞ്ഞാക്കുട്ടൻ കയറിയിട്ട് ഒരു സ്പൈഡർമാന്റെ കൈ എടുത്ത് അതിന് 250 രൂപയാണ് കേട്ടോ അതിന്. അപ്പൊ ആച്ചൂട്ടിനാണെങ്കിൽ ഏറ്റവും ചെറുത് നോക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു ബബിൾ പാക്ക്. പിന്നെ അവൾക്ക് വീടുണ്ടാക്കണ ഒരു ചെറു കട്ട, അതിന് 100 രൂപയായിരുന്നു. അതേ വീട് പോലെ അത് വെച്ചിട്ട് ഇങ്ങനെ ബിൽഡിംഗ് ബ്ലോക്ക് പോലെ ഉണ്ടാക്കാം. പക്ഷെ കുഞ്ഞായി എടുത്ത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നതുകൊണ്ട് ഞാൻ അവളെ ഡിമോട്ടിവേറ്റ് ചെയ്തു. ആ കടയിലുള്ള ചേട്ടനും പറഞ്ഞു മോനെ അത് പെട്ടെന്ന് കംപ്ലൈന്റ് വരുമെന്ന്. അങ്ങനെ ഞങ്ങള് പിന്നെ അവിടുന്ന് അമ്പും വില്ലുമാണ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആന വഴി കൂടെ പോകണമെന്ന് എനിക്ക് കാണാൻ പറ്റില്ല, റോട്ടിൽ കൂടെ പറഞ്ഞിട്ട് ആന പോകണമെന്ന്. എനിക്ക് ആനനെ ഭയങ്കര പേടിയാണ് കേട്ടോ. പക്ഷെ ഞാൻ അടുത്തുനിന്ന് ഫോട്ടോയൊക്കെ എടുക്കും. പിന്നെ കുഞ്ഞൂസിനോട് എന്തെങ്കിലും എടുത്തോളാൻ പറഞ്ഞപ്പോൾ കുഞ്ഞൂസ് ഹെയർ ബാൻഡും കുഞ്ഞൂസിന് വേണ്ടിയിട്ട് ഹെയർ ബാൻഡും പിന്നെ ആച്ചൂട്ടന് കുറച്ച് ക്ലിപ്പും ഒക്കെ ആയിട്ട് അവള് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആദ്യമൊക്കെ നല്ല കുട്ടിയായിട്ട് പിന്നെ അവള് പോകാൻ നേരത്തേനും പറഞ്ഞു അവൾക്ക് വേറെ എന്തെങ്കിലും മേടിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയ്ക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും കടയിൽ കയറി. അങ്ങനെ ഞങ്ങൾ അമ്പും ബില്ലും ഒക്കെ മേടിച്ച് സ്പൈഡർമാന്റെ കൈ ഞങ്ങൾ ആ ചേട്ടന് തിരിച്ചു കൊടുത്ത്. അങ്ങനെ മൂന്നെണ്ണത്തിന്റെ കയ്യിൽ അമ്പും ബില്ലും ഉണ്ട്. ശ്രീരാമൻ അമ്പും ബില്ലും. കുഞ്ഞായി, ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് വിലയും കുറവാ, ഇത് കുറച്ചാൾ ഉപയോഗിക്കുകയും ചെയ്യാം. 250 രൂപയുടെ മറ്റേ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലേ 80 രൂപയല്ലേ ഉള്ളൂ. ഇപ്പൊ കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഐസ്ക്രീം ഒന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ ഐസ്ക്രീം കടകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ചു. അപ്പൊ ഞങ്ങളിത് കുറെ ഐസ്ക്രീം ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ പിള്ളേർ ഭയങ്കര ഹാപ്പിയായി. അവർ പറഞ്ഞ സാധനങ്ങളെല്ലാം മേടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഉത്സവ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇതിനകത്ത് എഴുതിയിടാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.